കേഡൽ ജീൻസൺ രാജയ്ക്ക് ശേഷം കേരളം ഏറ്റവും ഭീതിയോടെ കേട്ട പേരാണ് അഫാൻ. രക്തബന്ധം പോലും മറന്ന് ഉറ്റവരെ ഇല്ലാതാക്കിയ ക്രൂര മനസ്സിൻ്റെ ഉടമ. ഈ വർഷം ഫെബ്രുവരി 24-നാണ് നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ സംഭവം നടന്നിട്ട് 3 മാസം പൂർത്തിയാകും. കൊലപാതകത്തിൻ്റെ കാരണം സംബന്ധിച്ച് ചില അവ്യക്തതകളുണ്ടെങ്കിലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പോലീസ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകം, അതും ഉറ്റ ബന്ധുക്കളും കാമുകിയും അടക്കമുള്ളവർ. അതിക്രൂരമായ ആക്രമണത്തിനിരയായ അമ്മ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പ്രതിക്കാകട്ടെ വെറും 23 വയസ്സു മാത്രം. ഈ വർഷം ഫെബ്രുവരി 24-നായിരുന്നു കേരളത്തെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊല. 5 പേരെയും വെട്ടിയും ചുറ്റിയേക്കടിച്ചുമാണ് പ്രതി അഫാൻ കൊന്നത്. 3 വീടുകളിലായിട്ടായിരുന്നു 5 കൊലപാതകങ്ങൾ. സഹോദരൻ 13 വയസ്സുള്ള അഫ്സാൻ, പിതൃമാതാവ് സൽമാ ബീവി, പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ സജിദ ബീവി, കാമുകി വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശി ഫർസാന എന്നിവരെയാണ് കയ്യറപ്പില്ലാതെ അഫാൻ വകവരുത്തിയത്. അഫാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഷെമി ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് സുഖം പ്രാപിച്ചത്. കൂട്ടക്കൊലക്കേസിൽ ആദ്യ കുറ്റപത്രമാണ് പാങ്ങോട് CI ജിനേഷ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ൽ സമർപ്പിച്ചത്. അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി 89-ാം ദിവസമാണ് ആദ്യ കുറ്റപത്രം. 120 സാക്ഷികളും 40 തൊണ്ടിമുതലുകളും 450 പേജുള്ള കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതകൾക്ക് പിന്നാലെ പണയം വയ്ക്കാൻ സ്വർണ്ണമാല കൊടുക്കാത്തതിന് സൽമാ ബീവിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. കൊലപാതകത്തിന് കാരണമായത് കടവും അഫാനോട് കടക്കാർ പണം തിരികെ ചോദിച്ചതിലുള്ള ദേഷ്യവുമാണ്. ആകെ 48 ലക്ഷം രൂപയോളമാണ് അഫാനും കുടുംബത്തിനും ബാധ്യതയുണ്ടായിരുന്നത്. 15 പേരിൽ നിന്നായി 16 ലക്ഷം രൂപയാണ് കടം വാങ്ങിയിരുന്നത്. കടം വീട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയെയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതൃമാതാവായ സൽമാ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.